ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇക്ക ഗേറ്റ് ഒന്ന് തുറക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും മോള് പോയി ഗേറ്റ് തുറക്കുകയാണ്. ഉമ്മ ഇവിടെ നിന്നില്ല, ഞാൻ പോയി ഗേറ്റ് തുറക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഗ്യാക്ക് ഫ്രൂട്ട് കണ്ടോ ഗൈസ്, മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തോ പണിയുമായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഇറങ്ങി ചെന്നു ഗൈസ്. നോക്കിയപ്പോഴത്തേക്കും മീനാണ് കേട്ടോ. ഇപ്പം മീൻ കിട്ടാത്തേ കൊണ്ടിട്ട് ഫ്രഷ് മീൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് തട്ടിയിട്ട് നോക്കുകയാണ്. നോക്കിയപ്പോൾ എന്താണ് ഗൈസ്, എനിക്കിഷ്ടമുള്ള സാധനമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഞണ്ട് എൻ്റെ മോനും എനിക്കും ഇക്കാക്കും മോക്ക് ഇഷ്ടമാണ് എന്ന് പറയാം. ഞണ്ടാണ് ഗൈസ്. പിന്നെ ഒരു കവറും കൂടി അപ്പം ഇപ്പുറത്തോട്ട് ഇരിക്കുന്നത് കണ്ടോ കേട്ടോ. അങ്ങനെ അത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നെത്തോലിയായിരുന്നു കേട്ടോ. നല്ല നെത്തോലിയായിരുന്നു, നല്ല ഫ്രഷ് മീനായിരുന്നു രണ്ടെണ്ണം. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി റെഡിയാക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. കണ്ടില്ലേ, റെഡിയാക്കാനായിട്ട് പോവുകയാണ് സന്തോഷത്തോടുകൂടി. അങ്ങനെ പെട്ടെന്ന് തന്നെ നെത്തോലി എടുത്ത് വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം ഞണ്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സവാള, കരിയേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. നിങ്ങൾ നാളെ റെസിപ്പി ചോദിക്കുകയാണെങ്കിലോ. പിന്നെ ഞണ്ടിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയും കറി മസാലയും കൂടി പുരട്ടി വെച്ചു ഗൈസ്. എന്നിട്ട് ഒരു ചൂട് ചട്ടി വെച്ചിട്ട് ഉലുവ, കരിയേപ്പില, പിന്നെ അതിനുശേഷം പച്ചമുളകാണ് നമ്മൾ തട്ടുന്നത്. പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. സവാളയും കൂടി ഇട്ട് വഴട്ടി ഗൈസ്. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇങ്ങനെ ഇട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ തക്കാളി ഇട്ടു. അതിനുശേഷം നല്ല കണക്ക് വഴട്ടി. അപ്പം എനിക്ക് ഇച്ചിരി ചൂട് വെള്ളം ഈ ഞണ്ടിലോട്ട് ഒഴിക്കാനാണ്. അതും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ശരിയാക്കുന്നുണ്ട്. അങ്ങനെ ഗ്യാസിലാണ് കേട്ടോ, അടുപ്പിൽ വെക്കാൻ സമയമില്ലായിരുന്നു. അങ്ങനെ അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മസാലപ്പൊടികളായ മല്ലിപ്പൊടി, പിന്നെ അതിനുശേഷം മുളക് പൊടി ഇട്ടു, പിന്നെ കറി മസാല ഇട്ടു, പിന്നെ കുരുമുളക് പൊടി ഇട്ട് ഗൈസ്. അതിനുശേഷം ഇങ്ങനെ നല്ലതുപോലെ സെറ്റാക്കിയതിന് ശേഷം ഞണ്ട് തട്ടിയിട്ട് അതും നല്ലതുപോലെ എടുത്ത് വൃത്തിയാക്കി ചൂടുവെള്ളം കൂടി ഒഴിച്ച് അതിൻ്റെ അകത്തോട്ടിട്ട് നമ്മൾ അടപ്പ് വെച്ച് അടച്ചു ഗൈസ്. അതിനുശേഷം ആ തിള പൊങ്ങി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ, റെഡി ആവുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് മൂട്ടി പിടിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു ഗൈസ്. തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നല്ല ഇണക്ക് അത് വീണ്ടും ഒന്നുകൂടി വേവിക്കും കേട്ടോ. ഞാൻ നല്ല ഇണക്ക് ഇറച്ചിയായാലും ഞണ്ടായാലും വേവിക്കും. കാരണം മോനിക്ക് കണ്ണിലൊരു സ്വെല്ലിങ് വന്നായിരുന്നു, ഒരു തടിപ്പ് പോലെ. അപ്പോൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാ ഫുഡും നല്ലതുപോലെ വേവിച്ചേ കഴിക്കാവുള്ളൂ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ നല്ല ഇണക്ക് വേവിക്കും ഗൈസ്. ആദ്യം ചൂടുവെള്ളം ഒഴിച്ചു, പിന്നെ തേങ്ങാപ്പാലിൽ ഒഴിച്ച് നല്ല ഇണക്ക് വേവിച്ചു. ലാസ്റ്റ് ഞാൻ ഇങ്ങനെ കരിയേപ്പില ഇട്ടു ഗൈസ്. കരിയേപ്പില എനിക്കിങ്ങനെ കിടക്കണം കേട്ടോ കറിയിൽ, അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ തിളച്ച് സെറ്റായി നമ്മുടെ ഞണ്ട് കറി ലാസ്റ്റ് ഈ സെറ്റിലായി വന്നു. അങ്ങനെ വന്നിട്ട് നമ്മൾ ചോറും പിന്നെ എനിക്ക് ഇച്ചിരി ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി ഗൈസ്. അങ്ങനെ ചപ്പാത്തിയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞണ്ട് കറി എടുത്തു, നമ്മുടെ ചോറ്റിലോട്ട് എടുത്ത് വെക്കുന്നു. അതിൻ്റെ ഒരു മാംസം ഉണ്ടല്ലോ, അതും ഒരു കാലും കൂടി എടുത്ത് വെച്ചതിന് ശേഷം ചോറുമായിട്ട് ഞെവിടി നല്ല കണക്ക് കഴിച്ചു ഗൈസ്. ടാറ്റാ ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ